പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. ലോക്കോ പൈലറ്റുമാരെ കൊടിക്കുന്നിൽ സുരേഷ് MP ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പാലക്കാട് മുതൽ തിരുനെൽവേലി വരെയായിരുന്ന യാത്രയാണ് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയത്. തൃശൂർ കൂനംമൂച്ചിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കർഷക അവാർഡുകൾ യഥാർത്ഥ കർഷകരിൽ എത്തുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ PJ ബിജോയ് പങ്കെടുത്തു. വയനാടിനായി ഫ്ളാഗ് ചലഞ്ച് നടത്തി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ കുരുന്നുകൾ. ലഭിച്ച തുക ജില്ലാ കലക്ടർക്ക് കൈമാറി. കുട്ടികളുടെ പ്രവൃത്തി മാതൃകാപരമെന്നും കലക്ടർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലനിറ നാളെ രാവിലെ 6 മുതൽ 8 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ്. അഴീക്കൽ മനയം കുടുംബങ്ങൾ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഏറ്റുവാങ്ങി. മണലൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. അന്തിക്കാട് കിഴക്കേടം കാരമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടന്നു. തന്ത്രി താമരപ്പിള്ളി VK കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ദേവസ്വം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മരിച്ചത് അന്തിക്കാട് സ്വദേശി പള്ളത്ത് വീട്ടിൽ രവി. പരിക്കേറ്റ രവിയെ കാഞ്ഞാണിയിലെ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M ശാന്തി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അറ്റകുറ്റപ്പണികൾക്കായി 5 മാസമായി അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററാണ് തുറന്നത്. കോട്ടയം പുലരിക്കുന്നിൽ വയനാടിന് സഹായം നൽകാൻ കാരുണ്യയാത്ര നടത്തിയ സ്വകാര്യ ബസിന് നേരെ ആക്രമണം. ബസ് തടഞ്ഞ യുവാക്കൾ ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. തൃശൂരിൽ വിശുദ്ധ ഏവപ്രാസമ്മയുടെ തിരുനാൾ 29-ന് നടക്കും. ഒല്ലൂരിൽ മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 30ഓളം CCTV ക്യാമറകൾ സ്ഥാപിക്കും. കൊടിയേറ്റം ഈ മാസം 20-ന് നടക്കും. പോലീസ് ഉദ്യോഗസ്ഥരും പെരുന്നാൾ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ തൃശൂർ പുതുക്കാട് ബ്രാഞ്ചിന്റെ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV സനൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് യോഗ സമ്മേളനം ആവശ്യപ്പെട്ടു.